മമതകി നീ എന്നു വന്നു ചേരും. അതെ, ഞങ്ങള് ഒരു കാര്യം കാണിക്കുക. കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ ഇങ്ങനെ ഈ വഴി അടിപൊളി ഒരു ചായക്കട സ്വാദിഷ്ടമാണ് തോന്നുന്നു. അവിടെ കയറി നമുക്ക് ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഏതായാലും നമുക്ക് വ്യക്തമായിട്ടൊന്ന് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ട്. ഞങ്ങൾ ഡെയിലിയില് പോകുമ്പോഴേ ഒരു ചായക്കട, ഒരു ചെറിയൊരു ചേച്ചി ഇവിടെ നിന്നിട്ട് ചായ നല്ല ഒരുപാട് തിരക്കുണ്ട് ഇവിടെ, നല്ല തിരക്കുണ്ട് കേട്ടാ. പക്ഷേ ഞങ്ങളോട് ചെയ്യണമെന്ന് വിചാരിച്ചു. ചേച്ചിയെ നമസ്കാരം. നമസ്കാരം. ശരി കണ്ടാ തന്നെ അറിയാല്ലേ, നല്ല രാവിലെ തന്നെ അല്ലേ. പേരെന്താ? ലക്ഷ്മി ചേച്ചി വീട് എവിടെയാ? ഇവിടെ അടുത്ത് എത്ര നാളെ ഇവിടെ തുടങ്ങിയിട്ട്? എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? സ്വാദിഷ്ടമായ പലഹാരങ്ങളൊക്കെ ഇടാ. അന്നൊരു ചായ എടുത്ത്, നല്ലൊരു ചായ അടിച്ച് കണ്ടാ, അടിപൊളി. ഇവിടെ ഭയങ്കര തിരക്കാണ്. നമ്മൾ രാജഗിരി ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലായിട്ട് കിഴ്മാളിലേക്ക് തിരിയുന്ന വശത്തായതാണ് ചേച്ചിയുടെ കട. ചേട്ടനുണ്ട് ചേച്ചിയുണ്ട്, രണ്ടുപേരും കണ്ടത്. നല്ല അടിപൊളി, നല്ല സെറ്റപ്പ് പത്തിരി, മറ്റേ പഴയ കാലത്തുള്ള ഉണ്ടയില്ലേ, ഉണ്ട, പരിപ്പ് വട, പിന്നെ ഉണ്ണിയപ്പത്തിന്റെ ഒരു ജ്യേഷ്ഠനായിട്ട് വരുന്നൊരു സാധനം, പിന്നെ നെയ്യപ്പം, പിന്നെ ഉഴുന്നുവട, ആട്ട, പൊങ്ങപ്പം. നല്ല അടിപൊളിയാട്ടാ. എല്ലാവരും രാവിലെ തന്നെ ഉടുക്കത്തെ തിരക്കാണ്, നല്ല പുളിയായിട്ടുള്ള തിരക്കാണ്. അപ്പൊ എല്ലാവരും പുള്ളിക്കാരി ചായ എടുക്കാണ്. ചായ എടുക്കണൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്, അതാണ്. രാവിലെയും വൈകിട്ടൊക്കെ. അപ്പൊ ചേച്ചി ഇങ്ങനെ ഇന്ന് അടിക്കണ ഭയങ്കര പുഞ്ചിരിയാണ് കണ്ട, മുഖം തന്നെ കണ്ടറിയാം. നല്ല ഐശ്വര്യമുള്ള ചേച്ചി. ചേച്ചി ആ ചായ എടുത്തേ, നല്ല അടിപൊളി സൂപ്പർ ചായ ഉണ്ടാ, ഐശ്വര്യമായിട്ട് കണ്ട. ഈ ചായ ഒന്ന് കുടിച്ചു നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ ടേസ്റ്റ്, ഞാൻ കുടിച്ചിട്ടൊക്കെ ഉണ്ട്, എന്നാലും ലക്ഷ്മി ചേച്ചിയുടെ ചായ അടിപൊളി ചായ. അടിപൊളി ചായ. ഞാൻ മധുരം കുറച്ചേ കുടിക്കാറുള്ളൂ, പക്ഷെ സൂപ്പർ ചായയാണ്. ഇവിടെ ചേട്ടനോട് ഇട്ടാ, ചേട്ടൻ ഈ പരിസരത്ത് അവരെ കണ്ടിട്ടുണ്ട്. ചേട്ടൻ വന്നേ, ഇങ്ങോട്ട് വന്നേട്ടാ. ചേട്ടന്റെ പേരെന്താ? എന്താ? സന്തോഷേട്ടാ. എങ്ങനെയുണ്ട് ചായക്കടയൊക്കെ? ചായക്കട എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു എന്താ പറയാ, നമുക്ക് പറയാൻ വാക്കുകളില്ലാട്ടാ. ഇവിടെ ഒപ്പസോടക്കില്ലേ, ലോട്ടറി കിട്ടാ. ലോട്ടറി ടിക്കറ്റ് ഒക്കെ ഇവിടെ വെക്കുന്നുണ്ട്. കോടാധിപതിയാണ്, കോടാധിപതി ആവാനുള്ള ശ്രമമൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അല്ലാണ്ട് ഇവിടെ നിങ്ങൾ ഉണ്ടാക്കണ ഈ കടികളൊക്കെ നിങ്ങൾ കുറച്ച് ഉണ്ടാക്കണം. നിങ്ങൾ തമിഴ്നാട്ടുകാരാണോ? എന്റെ ഊര് അല്ല, തമിഴ്നാട്ടിൽ எங்க எந்த ஊரு? தூத்துக்குடி பக்கமா? தூத்துக்குடி பக்கமா இந்த ஊருக்கு வந்துட்டு எத்தனை நாளாச்சு? 35. മലയാളി ആയാലും ഇപ്പൊ അല്ലെ, അപ്പൊ കുഴപ്പമൊന്നുമില്ല, മലയാളിയായി. ഏതായാലും എല്ലാവരും വരണം. भैया चाय कैसा है इधर से? चाय ठीक है, अच्छा है. कड़ी सारा सही है? सही है, पूरा सही है. आप लोग इधर ही आता है? इधर अच्छा है. ഈ രാജഗിരി ഹോസ്പിറ്റലിന്റെ മുന്നിലൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും ലക്ഷ്മി ചേച്ചിയുടെ ടീ സ്റ്റാൾ അടിപൊളി വടയൊക്കെ ഉണ്ട്. എല്ലാവരും വരിക. ക്യാമറമാൻ അബുലൈസിനൊപ്പം വിനോദ് ചാക്യാർ, V1 ചാനൽ, ആലുവ.